ഹായ്. അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂർ ആനോട്ടാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 2 മണിയാണ്. അപ്പോൾ ഇപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടാവും. അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വെയിലാണ് കേട്ടോ. പിള്ളേരെയൊന്നും കൊണ്ടുപോകണില്ല. പിള്ളേർ അവിടെ നിന്ന് ടി വി കാണാണ്. അപ്പോൾ ഇതാ നമ്മൾ കൊടയൊക്കെ എടുത്തിട്ടാണ് പോണത് കേട്ടോ. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ബാക്കി. ഞാൻ എടുക്കണ്ട പൊക്കം അങ്ങനെ മതി. അങ്ങനെ എടുക്കണ്ടേ അങ്ങനെ എടുക്കണ്ടേ കാണാമല്ലോ. അങ്ങോട്ട് കടത്തില്ല. അപ്പം ഞങ്ങൾ മഞ്ഞളാലിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിൽക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ആനകളെയൊക്കെ നിരത്തി നിർത്തിയിട്ട് ആനയോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് മഞ്ഞളാലിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ എന്ന് ചോദിച്ചാൽ ഈ മണി കൊണ്ടുവന്ന് കെട്ടണതും പിന്നെ അവിടെ നിന്ന് ഓടണതൊക്കെ കാണാമല്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാ കൊല്ലം പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോഴേക്കും ആൾക്കാരൊക്കെ തിങ്ങി നിറഞ്ഞ് ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അങ്ങോട്ട് കടക്കാനൊന്നും പറ്റാണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോയി. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഉള്ളിലൊക്കെ മണ്ഡപത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും 1 ഇഞ്ച് പോലും സ്ഥലം ഉണ്ടാവില്ല. കാരണം അവിടെ വെയിലൊന്നുമില്ലല്ലോ. അപ്പോൾ അധികം കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തേക്ക് മാറി നിന്നു. അവിടെ നിന്നിട്ട് കാണാമല്ലോ, വ്യക്തമായിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്താ വെച്ചെങ്കിൽ ആനകളൊക്കെ വന്നത് നേരെ ഫ്രണ്ടിലായിട്ടാണ് ആനകളതിനൊക്കെ നിരത്തിയത്. അപ്പോൾ കറക്റ്റായിട്ട് കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി നിന്നു. അപ്പോൾ അവിടെയാണ് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ മാറി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ആനയോട്ടം 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ നിന്നു നിറഞ്ഞു. ഒരുപാട് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം വീഡിയോ ഒക്കെ ഞാൻ പൊന്തിച്ചൊക്കെ പിടിച്ചിട്ട് എടുത്തു കേട്ടോ. എടുത്തു വന്നപ്പോഴാണ് എന്താ പറയുക, കറക്റ്റ് ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലും കാരണം ഒന്നും കാണാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പുഷ്പോത്സവം ഒന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അവിടെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. തിക്കിലും തിരക്കിലും പെട്ടിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തതാണെങ്കിലും ക്ലിയർ ഉണ്ടായിരുന്നില്ല. Safety precautions during Anayota ceremony to ensure a safe and enjoyable experience for all devotees. Please maintain a safe distance from the elephant participating in the Anayota ceremony as well as local elephant management guidelines. We kindly request the cooperation of police and security personnel in enforcing the safety measures. Your safety is our top priority. Thank you. അവിടെ ഈ ഓട്ടോ ഓടിയില്ല 7 റൗണ്ട് അടിക്കും.
അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൻ്റെ അവിടേക്ക് ആനകളേനൊക്കെ നിരത്തിയിട്ടുണ്ടാവും ഉള്ളിൽ. അപ്പോൾ അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നല്ല ജനത്തിരക്കായത് കാരണം അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമാണല്ലോ കഞ്ഞി വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആ ചേട്ടനെ വിളി വന്നിട്ടുണ്ടായിരുന്നു ഓട്ടത്തിന്. അപ്പോൾ ഞങ്ങൾ അത് നിർത്തി വെച്ചിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ.